നമസ്തേ. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രദക്ഷിണ വഴി എത്തിയിരിക്കുന്നത് ശ്രീ പുന്നാട്ടപ്പൻ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. കണ്ണൂർ കുടക് റോഡിൽ പുന്നാട് ബസ് സ്റ്റോപ്പിൽ നിന്ന് 1 കിലോമീറ്റർ തെക്ക് മാറി ശാന്തസുന്ദരമായ ഒരു ഗ്രാമാന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രദക്ഷിണ വഴിയിലൂടെ പുന്നാട്ടപ്പൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. കണ്ണൂർ വിഷൻ ചാനൽ പ്രദക്ഷിണ വഴിയിലൂടെ ഓരോ ക്ഷേത്രങ്ങളെക്കുറിച്ചും പരിചയപ്പെടുത്താറാണ്. ഇന്ന് പുന്നാട്ടപ്പൻ മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തുമ്പോൾ പ്രേക്ഷകർക്ക് കാണാം എൻ്റെ പുറകിൽ വർഷങ്ങൾക്ക് മുമ്പ് നശിക്കപ്പെട്ട ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ നവീകരണ പാതയിലാണ് ഈ ദേശക്കാരും ഇവിടുത്തെ ഭക്തജനങ്ങളും. നമുക്ക് ഓരോ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞ ക്ഷേത്രത്തിലാണ് പോകാറ്. ഇവിടെ തുടക്കം മുതലുള്ള ഒരു ക്ഷേത്രത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. പുന്നാട്ടപ്പൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, ഈ ദേശത്തിന് ഈ പേര് വരാൻ പോലും കാരണം പൊന്നായ നാട് എന്നാണ് പറയുന്നത്. സമ്പൽ സമൃദ്ധിയാർന്ന അതിപ്രാധാന്യമുള്ള ഒരു പ്രദേശം. ആ പൊന്ന് വിളയുന്ന പൊന്നായ സങ്കേത സ്ഥലത്തിനെ ലോപിച്ച് പിന്നീട് പുന്നാട്ടപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടു എന്ന് ഇവിടമുള്ളവർ നമുക്ക് ഐതിഹ്യത്തിലൂടെ പറഞ്ഞു തരുന്നു. നമുക്ക് തൊഴുത് പ്രാർത്ഥിച്ച് ഇവിടുത്തെ ഐതിഹ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. അതിപുരാതനമായ ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണ് ശ്രീ പുന്നാട്ടപ്പൻ മഹാവിഷ്ണു ക്ഷേത്രം. ഇവിടെ ഈ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് 35 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നടന്ന ചടങ്ങ് ഉത്തരം വെപ്പ് കർമ്മം എന്ന കർമ്മമാണ് നടന്നത്. അതിപുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നായ ശ്രീ പുന്നാട്ടപ്പൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് അതിപുരാതനമായി ക്ഷേത്ര നിർമ്മാണ ചാതുര്യം ശ്രീ വട്ടശ്രീകോവിലായിട്ടാണ് ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് വളരെ വ്രതാനുഷ്ഠാനത്തോടുകൂടി ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ് ഈ ക്ഷേത്ര നിർമ്മാണം. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്ന ഉത്തരം വെപ്പ് ചടങ്ങിൽ എത്ര കഴുക്കോലുണ്ടാവും? 20 കഴുക്കോലുകൾ ഉണ്ടായിരിക്കും. മഹാക്ഷേത്രങ്ങളോട് പോലെ തന്നെ നമസ്കാര മണ്ഡപവും പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി ഇനി ചെയ്തു വരേണ്ടതാണ്. ആ ഒരു കർമ്മം കൂടി ബാക്കി നിൽക്കുന്നു, അതിനി ചെയ്യേണ്ടതാണ്.
ശ്രീ പുന്നാട്ടപ്പൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഏകദേശം 45 വർഷത്തോളമായി ഭഗവാൻ ബാലാലയത്തിൽ പ്രതിഷ്ഠയിലാണ്. ഇത്രയും അധിക നാൾ ബാലാലയത്തിൽ ആ പ്രതിഷ്ഠ നമുക്ക് നിലനിർത്തേണ്ടി വന്നത് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൽ ഓരോ ഘട്ടങ്ങളിലായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വളരെ വലിയ സാമ്പത്തികമായും അതുപോലെ ഈ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പുതുമയിലുമുള്ള വ്യത്യസ്തതകളാണ്. വട്ടശ്രീകോവിലിൽ നമ്മുടെ ഈ ദേശത്ത് എവിടെ നോക്കിയാലും അപൂർവങ്ങളിൽ അപൂർവങ്ങളായി മാത്രം കാണാൻ സാധിക്കുന്നതാണ് വട്ടശ്രീകോവിലുള്ള ക്ഷേത്രങ്ങൾ. മഹാക്ഷേത്ര സങ്കല്പങ്ങളിലാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ അറിയപ്പെടുന്നത്. നമ്മുടെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം പുന്നാടിൻ്റെ അധിപനായിക്കൊണ്ട്, നാടിൻ്റെ നാഥനായിക്കൊണ്ടുള്ള ദേവനാണ് പുന്നാട്ടപ്പൻ എന്ന് അറിയപ്പെടുന്നത്. ഒരുപാട് ക്ഷേത്രങ്ങളുള്ള ഭൂമിയാണ് ഈ പുന്നാടെന്ന് പറയുന്ന ഭൂമി. പൊന്നാടെന്നും വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരുപാട് ധാന്യ സമ്പുഷ്ടിയിലുണ്ടായിരുന്ന നാട് എന്നുമൊക്കെ നമ്മുടെ നാടിന് പാരമ്പര്യവും പൈതൃകവുമുണ്ട്. കേരളത്തിൻ്റെ ചരിത്രം പറയുന്ന സമയത്ത് ചരിത്ര ഗ്രന്ഥകാരന്മാരുടെ വിരൽത്തുമ്പുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏഴിമല രാജ്യം നിലനിൽക്കുന്ന കാലം തൊട്ട് കോട്ടയം തമ്പുരാൻ്റെ കാലഘട്ടം മുതൽ നിരവധി ക്ഷേത്രങ്ങളും ക്ഷേത്രഭൂമികളും ഉണ്ടായിരുന്നതിൽ വളരെ സമ്പൽ സമൃദ്ധമായ ഒരു ക്ഷേത്രമായിരുന്നുവെന്നും അങ്ങനെ വൈദേശിക ആക്രമണ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ സമ്പത്തും സ്വത്തുമുള്ള പ്രദേശങ്ങൾ ആക്രമിക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ ഈ ദേശത്തിനും ആക്രമണം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ വളരെ വൈഭവമായി ഉത്സവാന്തരീക്ഷമൊക്കെ നിലനിന്നിരുന്ന വളരെ പുണ്യപുരാതനമായ ഒരു ക്ഷേത്രത്തിൻ്റെ കാലാന്തരത്തിലുള്ള ഒരുപാട് ക്ഷയങ്ങളിൽ നിന്ന് വിമുക്തി നേടിക്കൊണ്ട് ഈ ഒരു നാടിനെ ഉയർത്തിക്കൊണ്ടുവരികയാണ് പുന്നാട്ടപ്പൻ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിലൂടെ ക്ഷേത്രസമിതി ഉദ്ദേശിക്കുന്നത്. കുറേ നാളുകളായി നമ്മുടെ നാടും നാട്ടുകാരും ഈ നാട്ടിലെ കാരണവന്മാരും എല്ലാം ആഗ്രഹിച്ച് അവരുടെയൊക്കെ ജീവിതം സമർപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഈ ശ്രീകോവിൽ ഇന്ന് ഒന്നാമത്തെ ഘട്ടമായി ക്ഷേത്രത്തിൻ്റെ വട്ടശ്രീകോവിലിൻ്റെ മുകളിലത്തെ കെട്ടുകയറ്റൽ കർമ്മം ഇന്ന് നടന്നിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരുപാട് ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്ന ഈ ഗ്രാമത്തിൻ്റെ ക്ഷേത്ര പരിധി വളരെ വലുതാണ്. അങ്ങനെയുള്ള ഈ ക്ഷേത്ര പരിധിയിലുള്ള ഈ അമ്പലത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയും ഭഗവാന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഭൂമി കൂടിയായി ഇത് മാറിയിരിക്കുകയാണ്. ഈ ബാലാലയത്തിലെ ദേവൻ്റെ മുന്നിൽ ഇക്കഴിഞ്ഞ ഒരു വർഷങ്ങളിൽ തന്നെ, കഴിഞ്ഞ നവരാത്രി മുതൽ ഇങ്ങോട്ട് നവരാത്രി ആഘോഷം, കുട്ടികളുടെ വിവിധങ്ങളായ നൃത്യ പരിപാടികൾ, കലാപരിപാടികൾ, അതുപോലെ ശിവരാത്രി ദിവസത്തെ ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടികൾ, അങ്ങനെ നിരവധികളായ ഹിന്ദു ആധ്യാത്മിക പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു വരികയാണ്. ഈ ക്ഷേത്രവും ക്ഷേത്രസമിതിയും അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന മാതൃസമിതിയും വളരെ സജീവമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമുള്ള കാരണം. നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ സാരഥികൾ എന്നുള്ള നിലയിൽ പറയുവാനുള്ളത്, ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായിക്കൊണ്ട് നമ്മുടെ ഈ നാടിന് പൂർണ്ണമായി ഒരു ഉയർച്ച ഉണ്ടാവുന്നതിലേക്ക് ഈ നാടും നാട്ടുകാരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കൂട്ടം പ്രവർത്തനം കൊണ്ട് ഇതിൻ്റെ പൂർണ്ണമായ നിർമ്മാണം സാധിക്കുകയില്ല. മുഴുവൻ ഭക്തജനങ്ങളോടും നമുക്ക് പറയാനുള്ളത്, ഈ ഭഗവാന്റെ ക്ഷേത്രം ഉയർന്നു വരുവാൻ നിങ്ങളാൽ ആവുന്ന സമർപ്പണങ്ങൾ ഈ ക്ഷേത്രഭൂമിയിലേക്ക് ചെയ്യുക. ഭഗവാന്റെ ചൈതന്യവർദ്ധനവിന് വേണ്ടി നമുക്കേവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. അതിലൂടെ ഭഗവാന്റെ പ്രാർത്ഥനകൾ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ
ഭഗവാന്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് ഉണ്ടാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കട്ടെ. അതിന് മുഴുവൻ ഭക്തജനങ്ങൾക്കും അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ജ്യോതിഷ ആചാര്യന്മാർ ഇവിടെ വന്ന് ഇതിൻ്റെ സങ്കല്പങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും ഏത് രീതിയിലാവണം ഈ ക്ഷേത്രത്തിൻ്റെ ചിട്ടകൾ എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായ രീതിയിലുള്ള അഭിപ്രായങ്ങളും ദേവസങ്കല്പങ്ങളും നമ്മുടെ മുന്നിലേക്ക് വെക്കുകയുണ്ടായിട്ടുണ്ട്. ഈ അടുത്ത ദിവസം ഈ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന താമ്പൂല പ്രശ്നത്തിന് നമ്മുടെ ആചാര്യനായി കൂടെ ഇരുന്നത് ദൈവജ്ഞ തിലകം ശ്രീ വി മുരളീധര വാര്യർ അവർകളാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഈ ഒരു പ്രവർത്തനം വളരെ ത്വരിതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആചാര്യന്മാരുടെ സാന്നിധ്യം കൂടിയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തെയും ക്ഷേത്രഭൂമിയെയും ഉയർച്ചയിലേക്ക് കൈപിടിച്ച് വളർത്തുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായ തുഭ്യം നമ. ഈ ക്ഷേത്രത്തിന്റെ ഒരു അഭിവൃദ്ധി എന്ന് പറയുന്നത് ആചാര്യന്റെ തപശക്തിയാണ്. ക്ഷേത്രത്തിന്റെ ആചാര്യൻ എന്ന് പറയുന്നത് ശ്രീ വിലങ്ങര പട്ടേരി സമ്പ്രദായത്തിലാണ് ക്ഷേത്ര താന്ത്രിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. ക്ഷേത്രം ഇന്ന് ബാലാലയത്തിലാണുള്ളത്. ഈ ബാലാലയത്തിൽ നിന്ന് മൂലാലയത്തിലേക്ക്, യഥാർത്ഥ ശ്രീകോവിലേക്ക് ക്ഷേത്രത്തിലെ ദേവനെ പ്രതിഷ്ഠിക്കുമ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ നവീകരണവും ക്ഷേത്രത്തിൻ്റെ അനുഷ്ഠാനവും പൂർത്തീകരിക്കപ്പെടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക പാരമ്പര്യം എന്ന് പറയുന്നത് വിലങ്ങര പട്ടേരി സമ്പ്രദായമാണ്. ക്ഷേത്രത്തിൽ വിശേഷമായി വിഷു, അതുപോലെ നവരാത്രി പോലുള്ള ആഘോഷങ്ങൾ വളരെ ഭംഗിയായി അനുഷ്ഠിക്കപ്പെടുന്നത് ഈ ദേശത്തിൻ്റെ ഒരു കൂട്ടായ്മയിൽ കൂടി ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുന്നാട്ടപ്പൻ ഈ ദേശത്തിൻ്റെ മുഴുവൻ ഒരു അധ്യക്ഷൻ്റെ സ്ഥാനമാണെന്നും വളരെ പ്രതാപവും ഐശ്വര്യവും ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു ഈ ക്ഷേത്രത്തിനെന്നും വട്ടശ്രീകോവിലാണെന്നും ആ വട്ടശ്രീകോവിലിന് ഇടനാഴിയോട് കൂടിയ വട്ടശ്രീകോവിലാണ്. വളരെ കാലഘട്ടത്തെ പ്രയത്നമാണ്. ഈ പഞ്ചരം എന്ന് പറയുന്നതിന് ഒരുപാട് കാലഘട്ടത്തിലെ അധ്വാനത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം ദേവൻ്റെ അംഗങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ വന്നാൽ ശ്രീകോവിലിനെ സ്പർശിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അനുഷ്ഠാനങ്ങൾ കഴിഞ്ഞാൽ ദേവൻ്റെ ഉപാധികളായി മാറുകയാണ്. ഇത്തരം നിർമ്മാണ പ്രവർത്തനത്തിലുള്ള ക്ഷേത്രങ്ങളിലൂടെ മാത്രമേ നമുക്കിതൊക്കെ കാണാനും പഠിക്കാനും അറിയുവാനും പറ്റും. നവരാത്രി, അതുപോലെ തന്നെ വിഷു ഒക്കെ വിശേഷ ആചരണമായി നടക്കപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ പുന്നാട്ടപ്പൻ മഹാവിഷ്ണു ക്ഷേത്രം.
അഹന്യഹനി ബോധവ്യം കിമേതൽ സുഹൃതം കൃതം. ഇന്ന് സൂര്യദേവൻ ഉദിച്ചു. ഇന്ന് വൈകിട്ട് ഈ സൂര്യൻ അസ്തമിക്കും. ഈ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഈ പ്രകൃതിയിലെ ഞാനും നിങ്ങളും ഒക്കെ എല്ലാവരുടെ ആയുസ്സിൻ്റെ ഒരു ഭാഗം ഇന്ന് സന്ധ്യയോടെ തീരും. ആയുഷഖണ്ഡമാതായ രവിരസ്തമയംഗത അഹന്യഹനി ബോധവ്യം. ആ ബോധത്തോടെ കിമേതൽ സുഹൃതം, ഇപ്പോൾ ഇന്ന് ചെയ്യാൻ പറ്റുന്ന സുഹൃതം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെപ്പോൾ ചെയ്യണം? ഇന്ന് ചെയ്യണം. ഈ ക്ഷേത്രത്തിൽ നവീകരിച്ചതിന് ശേഷം ഞാനിവിടെ 1000 കഷ്ണം കല്ല് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഇന്ന് കൊടുക്കാമെന്ന് പറഞ്ഞാലോ അതിനപ്പുറത്ത് വേറൊരു പുണ്യം ഇല്ല. ഈ ക്ഷേത്രം അടുത്ത ആഴ്ച ചാനലിൽ വരുമ്പോൾ നിങ്ങളെല്ലാവരും കാണുക. കൂടാതെ ഈ പ്രദേശക്കാരും ഈ ഇരിക്കുന്ന നാരായണീയ സമിതിയൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന ദൂരത്തു നിന്നൊക്കെ വന്നവരൊക്കെ ഇതിനകത്തുണ്ട് അല്ലേ? ഈ നാട്ടിലല്ലാത്തവരുണ്ട്. ചാവശ്ശേരി, ഇപ്പോൾ ചാവശ്ശേരിയിൽ നിന്ന് ഇവിടെ വരെ ഒന്ന് പ്രാർത്ഥിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല മാതൃസമിതി ഉണ്ട് കേട്ടോ. നല്ല ആക്റ്റീവായിട്ട് അവർ അന്നപൂർണേശ്വരീൻ്റെ അടുത്താണ്. അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധി എന്ന് പറയുന്നത് ആചാര്യ തപസ ആമനായ ജപേന നിയമേന ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃദ്ധിസ്തു പഞ്ചദാന. പുന്നാട്ടപ്പൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നവീകരണത്തിൻ്റെ ഭാഗമായി എല്ലാ തിരുവോണ നാളിലും അന്നദാനം നടത്തുവാൻ വേണ്ടി ക്ഷേത്ര ഭാരവാഹികൾ തീരുമാനിച്ചു. അതിൻ്റെ ഒരു ആരംഭഘട്ടവും കൂടിയാണ് ഇന്ന് നമ്മളിവിടെ കാണുന്ന അന്നദാന ഹാൾ. നമുക്ക് കാണാം, ചെറുതെങ്കിലും മനസ്സുകൊണ്ട് വലിയ, എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച ഒരു അന്നദാന ഹാളാണ് നമുക്ക് ഈ കാണുന്നത്. ധാരാളം പേര് ഈ പുന്നാട്ടപ്പൻ്റെ നിവേദ്യം കഴിക്കാൻ, ചെറിയ കുട്ടികൾ മുതൽ വലിയ അമ്മമാർ വരെ എല്ലാവരും വന്ന് ഭഗവത് പ്രസാദം സ്വീകരിച്ച് പോകുന്നത് നമുക്കിവിടെ വന്ന് കാണാൻ വേണ്ടി സാധിക്കും. നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പുന്നാട്ടപ്പൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നു വരികയാണ്. ഇന്ന് ഈ സുദിനത്തിൽ നമ്മളെല്ലാം കാത്തിരുന്ന ശ്രീകോവിലിൻ്റെ കെട്ടുകയറ്റൽ കർമ്മം നടന്നു. അതിനോടനുബന്ധിച്ച് എല്ലാ തിരുവോണ ദിവസങ്ങളിലും എല്ലാ മാസവും അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളും കാര്യമായി പങ്കെടുക്കാറുണ്ട്. പിന്നെ നാമജപമുണ്ട്. വ്യാഴാഴ്ചകളിൽ സമൂഹാരാധന നടത്താറുണ്ട്. ചൊവ്വാഴ്ചകളിൽ ഭഗവതി സേവ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇന്ന് നാരായണീയ സമിതി ചാവശ്ശേരി വന്നിട്ട് ഈ ക്ഷേത്രത്തിലെ അമ്മമാരും കൂടി നാരായണ പാരായണം നടന്നു. ഇനി അങ്ങോട്ടും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവരും പങ്കാളികളാവാറുണ്ട്. എന്നാൽ ഇനിയും തുടർന്നും എല്ലാവരുടെയും ധന സാന്നിധ്യം അമ്പലത്തിലേക്ക് ഉണ്ടാവണം. എല്ലാവരും എപ്പോഴും വരണം. എല്ലാ നിർമ്മാണ പ്രവർത്തനത്തിലും പങ്കാളികളാവണമെന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. പുന്നാട്ടപ്പൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഇടനാഴിയോടുകൂടിയ വട്ടശ്രീകോവിലാണ്. ആ വട്ടശ്രീകോവിലിന് മുകളിൽ കഴുക്കോല് കയറ്റുന്ന മഹനീയമായൊരു കർമ്മമാണ് നമ്മളിപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും മുകൾ ഭാഗത്ത് 20ഓളം കഴുക്കോലുകൾ കൊണ്ടാണ് മുകളിലെ നില. രണ്ടാമത്തെ നിലയിലെത്തുമ്പം ഏകദേശം 38-നടുത്ത് കഴുക്കോല് രണ്ടാമത്തെ കീഴ്ഭാഗത്തും വരും. ഇതൊക്കെ പൂർത്തിയായി നമസ്കാര മണ്ഡപം, സോപാനം, ഇതൊക്കെ പൂർത്തിയാകുമ്പോഴാണ് ഒരു ക്ഷേത്രത്തിൻ്റെ പൂർണ്ണത എത്തിച്ചേരുന്നത്. എല്ലാവരും അവരവരെ കഴിവിനനുസരിച്ച് പുന്നാട്ടപ്പന് ഒരു സമർപ്പണം നടത്തി ഈ ക്ഷേത്രം എത്രയും പെട്ടെന്ന് നവീകരിച്ച്
കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴി നമുക്ക് വീണ്ടും ഈ പ്രതിഷ്ഠാ കാലഘട്ടത്തിൽ ഇവിടെ എത്താൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പുന്നാട്ടപ്പൻ എന്ന പേര് വരാനുള്ള കാരണം നേരത്തെ പറഞ്ഞു, സമ്പൽ സമൃദ്ധിയാർന്നതുകൊണ്ടും വിശേഷത്വമുള്ളതുകൊണ്ടും ഈ സ്ഥലത്തിനെ പുന്നാട്ടപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടു. പടിഞ്ഞാറോട്ട് ഉള്ള മഹാവിഷ്ണു സങ്കല്പം രൗദ്രഭാവത്തിലുള്ള മഹാവിഷ്ണുവാണ് ഇവിടെ നിന്നും. ഈ ക്ഷേത്രത്തിന് വിഷു, നവരാത്രി പോലുള്ള വിശേഷ ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും നടക്കുന്ന ക്ഷേത്രം. നമ്മൾ പ്രദക്ഷിണ വഴി വരുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റിയ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനമാണ്. 40 വർഷത്തിന് മേലെയായി ഈ ക്ഷേത്രത്തിൻ്റെ നവീകരണത്തിന് ഈ പ്രദേശവാസികളും ജനങ്ങളും ഒക്കെ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. പക്ഷേ അത് പൂർത്തീകരിക്കാൻ, സാക്ഷാത്കരിക്കാൻ ഇനിയും സാധിച്ചില്ല. അതിൻ്റെ പ്രവർത്തന പദ്ധതിയിലാണ് ഈ ക്ഷേത്രക്കാരും ദേശജനങ്ങളും. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴി ഇവിടെ പൂർത്തിയാകുന്നില്ല. മറ്റൊരു ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി നമുക്ക് വീണ്ടും പ്രദക്ഷിണ വഴിയിലൂടെ കാണാം. നന്ദി, നമസ്തേ.